ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കനും കൂർക്കയും കൂടെ ഉലർത്തിയത് അല്ലെങ്കിൽ ചിക്കൻ കൂർക്ക റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും ഒരു 5 പച്ചമുളക് മുറിച്ചതും ചേർക്കാം കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. നല്ലൊരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരും പച്ചമുളക് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു 3 മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ മുറിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സവോള ഒന്ന് വഴന്ന് തന്നെ വന്നോട്ടെ. അപ്പോൾ സവോള മാത്രം ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഈ സവോളയിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഈ ഒരു കറി വേറൊരു ലെവലിലേക്ക് തന്നെ വരുന്നുണ്ട്. സവോള മാത്രം ഉപയോഗിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കണ്ടോ, സവോള ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 12 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടി എടുത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇതന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലോട് കൂടി ചിക്കനാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിരിക്കും നന്നായിട്ട് വരിക. ഞാനിവിടെ 600 ഗ്രാം അളവിലാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അതായത് ക്ലീൻ ചെയ്തതിനൊക്കെ ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 600 ഗ്രാം എന്ന് പറയുന്നത്. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടി ആകുമ്പോഴായിരിക്കും ഫ്ലേവറൊക്കെ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയും ചിക്കൻ കഷ്ണങ്ങളും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് യോജിച്ച് വരണം കേട്ടോ. അതുവരെ തന്നെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആവുമ്പോൾ ആ ഒരു ഫ്ലേവേഴ്സ് കുറവായിരിക്കും നമ്മൾ കൂർക്കയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൂർക്ക ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൂർക്ക ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 300 ഗ്രാം അളവിലാണ് കൂർക്ക ഞാൻ എടുത്തിരിക്കുന്നത്. കൂർക്ക ഒരുപാട് വേണ്ട, ഇപ്പോൾ ചിക്കൻ്റെ ആ ഒരു പ്രപ്പോർഷൻ അനുസരിച്ച് മാത്രം കൂർക്ക എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 600 ഗ്രാം ചിക്കൻ എടുത്തപ്പോൾ 300 ഗ്രാം കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. കൂർക്കയും ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 300 ഗ്രാം എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ നല്ല വേവുള്ള ചിക്കനാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൂർക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിപ്പോൾ നല്ല ടെൻഡറായിട്ടുള്ള ചിക്കനാണ്, പെട്ടെന്ന് തന്നെ വെന്ത് വരും. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു കൂർക്കയുടെ ആ ഒരു വേവ് അത്രേ തന്നെ ഇല്ല ചിക്കന്. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്തിട്ട് വരും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കനൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം പുറത്തോട്ട് വരും. ആ ഒരു വെള്ളത്തിൽ കൂർക്കയും ചിക്കനൊക്കെ വെന്ത് വരും. ഇനി ഞാനൊരു നല്ല പഴുത്ത തക്കാളി മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു തക്കാളി ഇതിൽ കിടന്ന് ആ ഒരു ചിക്കൻ്റെ കൂടെ തന്നെ കുക്കായിട്ട് തന്നെ വരും. പിന്നെ ഇത് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു കറിയല്ല, റോസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. പിന്നെ എണ്ണയാണെന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയാണെങ്കിലും ആവശ്യത്തിന് തന്നെ വേണം കേട്ടോ, അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറേ വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ വെള്ളം എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല വേവുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ആ ഒരു ഡ്രൈ റോസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ആ ഒരു കൂർക്കയുടെ ഫ്ലേവറും ആ ഒരു ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കിൽ കിടന്ന് കൂർക്ക കുക്കായിട്ട് വരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വീണ്ടും ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇനി തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടോ, കുറച്ചും കൂടി വെള്ളം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്, പക്ഷെ അത് ഡ്രൈ ആയിട്ട് തന്നെ വന്നോളും. ഇതിപ്പോൾ ചിക്കനൊക്കെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. കൂർക്കയാണെന്നുണ്ടെങ്കിലും ഒരു 3/4 ഭാഗത്തോളമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്, ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത്രയ്ക്ക് അളവിൽ ചേർക്കണ്ട കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വരട്ടെ. ആ ഒരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് ക്യാരമലൈസ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഈ ഒരു ചിക്കൻ റോസ്റ്റ്. ചിക്കനും കൂർക്കയും കൂടെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി ആട്ടോ. ശരിക്കും അടിപൊളി. ആ ഒരു കൂർക്കയുടെ ഫ്ലേവറും ചിക്കനും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി തന്നെയാണ്. എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കൂടെ റെഡി ആയിട്ട് വരുമ്പോൾ ഡ്രൈ ആയിട്ട് തന്നെ വന്നോളൂ കേട്ടോ. ഇനി അടച്ച് വെച്ച് വീണ്ടും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചിക്കനും കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വരും, ഡ്രൈ ആയിട്ട് തന്നെ വരും. ആ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ക്യാരമലൈസ്ഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളിയായിട്ടാണ്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. കണ്ടോ, ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, നല്ല അത്രയും അടിപൊളി തന്നെയാണ്. നല്ല നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് കൂർക്കയും ചിക്കനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സംഭവം. അപ്പോൾ കണ്ടോ, കൂർക്കത ഇതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് വരണം. അപ്പോൾ തന്നെയാണ് അത് നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരിക കേട്ടോ. ചിക്കൻ ആണെങ്കിലും സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കൂർക്ക നിങ്ങൾക്ക് വേവിച്ചതിന് ശേഷം വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാട്ടെ. ഇപ്പോൾ നിങ്ങൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുക്കണ പോലെ അങ്ങനെയാണ് കൂർക്ക ഈസി മെത്തേഡിൽ തൊലി കളഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഒരു 3/4 ഭാഗത്തോളം കുക്കായതിന് ശേഷം മാത്രം കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയോ. പക്ഷെ അതിനേക്കാളും ഒന്നും കൂടിയും ഫ്ലേവർ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ കൂർക്ക ഒരുമിച്ച് ചേർത്തിട്ട് വേവിക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.